ഏതൊരു കപ്പലിലെയും ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ സംവിധാനങ്ങളിൽ ഒന്നാണ് ആങ്കർ അഥവാ നങ്കൂരം. ശക്തമായ കാറ്റും കടൽച്ചുഴികളും നേരിടുമ്പോൾ പോലും ഭീമാകാരമായ കപ്പലുകളെ ഒരേ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്താൻ ഇവ സഹായിക്കുന്നുണ്ട്. എന്നാൽ എങ്ങനെയാണ് കപ്പലിൻ്റെ വലുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറുതെന്ന് തോന്നുന്ന ഒരു മെറ്റൽ ഹുക്ക് ഈ വമ്പൻ കപ്പലുകളെല്ലാം പിടിച്ചു നിർത്തുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ നങ്കൂരങ്ങൾ എവിടെ ഇടണമെന്നും എത്രത്തോളം ചെയിൻ ഉപയോഗിക്കണമെന്നും ക്യാപ്റ്റന്മാർക്ക് എങ്ങനെ കൃത്യമായി അറിയാമെന്നും കടൽ തട്ടിൽ ഉറച്ചുപോയ 20 ടണ്ണോളം ഭാരമുള്ള ഒരു ആങ്കർ അവർ എങ്ങനെയാണ് പൊക്കിയെടുക്കുന്നത് തുടങ്ങിയിട്ടുള്ള നങ്കൂരങ്ങളുടെ മാർവലസ് എഞ്ചിനീയറിങ്ങിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഒരു കപ്പലിൻ്റെ നങ്കൂരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം നങ്കൂരം മാത്രമല്ല കപ്പലിനെ നിർത്തുന്നത് എന്നതാണ്. കടൽത്തട്ടിൽ കിടക്കുന്ന കൂറ്റൻ ചെയിനിൻ്റെ ഭാരവും ഘർഷണവും അഥവാ ഫ്രിക്ഷനും ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഹാർഡ്വെയർ ഷോപ്പുകളിൽ കാണുന്ന തരം ചെയിനല്ല ഇത്. ഒരു വലിയ ക്രൂയിസ് കപ്പലിൻ്റെ ആങ്കർ ചെയിനിലെ ഒരൊറ്റ കണ്ണിക്ക് അഥവാ ഒരൊറ്റ ലിങ്കിന് ഏകദേശം 175 കിലോ ഭാരമുണ്ടാകും. ഒരു മുഴുവൻ ചെയിനിൽ 10-12 ഷാക്കിൽ സെക്ഷനുകൾ ഉണ്ടാകും. ഇതിന് ഏകദേശം 275 മീറ്ററിലധികം നീളവുമുണ്ടാകും. ഒരു വലിയ ക്രൂയിസ് കപ്പലിൻ്റെ ആങ്കറിന് 15 മുതൽ 20 ടൺ വരെ ഭാരമുണ്ടാകാം. എന്നാൽ ചെയിനിന് അതിലും ഭാരമുണ്ടാകും. വലിയ കപ്പലുകളുടെ ചെയിനിന് മാത്രം മൊത്തം ഏകദേശം 60 ടണ്ണോ അതിലധികമോ ഭാരമുണ്ടാകാറുണ്ട്. ഈ ഭാരമാണ് നങ്കൂരത്തിൻ്റെ രഹസ്യായുധം. ഒരു കപ്പലിൽ നിന്ന് കടലിലേക്ക് നങ്കൂരം ഇടുമ്പോൾ ആ നങ്കൂരം കടലിൻ്റെ അടിയിലേക്ക് വെറുതെ എറിയുകയല്ല ചെയ്യുന്നത്. മറിച്ച് ഈ ഭാരമേറിയ ചെയിനിൻ്റെ വലിയൊരു ഭാഗം കടൽ തട്ടിലേക്ക് ഇറക്കിവിടുകയും ഇത് കാറ്റനറി എന്ന് വിളിക്കുന്ന ഒരു കർവ് ഉണ്ടാക്കുന്നുമുണ്ട്. തുടർന്ന് ചെയിനിൻ്റെ ഒരു ഭാഗം അടിത്തട്ടിലെ ചെളിയിൽ ഉറച്ചു നിൽക്കുകയും ഒരു ഷോക്ക് അബ്സോർബർ പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഒരു തിരമാല കപ്പലിനെ പിന്നിലേക്ക് തള്ളുമ്പോൾ നങ്കൂരത്തിൻ്റെ പ്രഷർ എത്തുന്നതിന് മുൻപ് കടൽത്തട്ടിൽ കിടക്കുന്ന ടൺ കണക്കിന് ഭാരമുള്ള ഈ ചെയിൻ പൊങ്ങേണ്ടി വരും. വലിപ്പം ആങ്കറിലേക്ക് എത്തുമ്പോഴും ചെയിൻ ഏകദേശം തറയ്ക്ക് സമാന്തരമായി അഥവാ ഹൊറിസോണ്ടലായിട്ടുണ്ടാകും. ഇത് ആങ്കർ മണ്ണിൽ നിന്ന് ഊരിപ്പോകുന്നതിന് പകരം കൂടുതൽ ആഴത്തിൽ താഴാൻ കാരണമാകുന്നു. മറ്റൊരു രസകരമായ കാര്യമെന്തെന്നാൽ കപ്പലുകൾ അവയുടെ മുഴുവൻ ചെയിനും സാധാരണയായി ഉപയോഗിക്കാറില്ല എന്നതാണ്. വെള്ളത്തിൻ്റെ ആഴത്തിനനുസരിച്ച് എത്ര ചെയിൻ ഇറക്കണമെന്ന് തീരുമാനിക്കാൻ ക്യാപ്റ്റന്മാർ സ്കോപ്പ് എന്ന നിയമം ഉപയോഗിക്കാറുണ്ട്. ഇത് ആഴത്തിൻ്റെ 5 മുതൽ 7 മടങ്ങ് വരെ ആയിരിക്കും. ഉദാഹരണത്തിന് 20 മീറ്റർ ആഴമുള്ള സ്ഥലത്ത് കപ്പൽ 140 മീറ്റർ വരെ ചെയിൻ ഇറക്കിയേക്കാം. കടൽ പ്രക്ഷുബ്ധമാണെങ്കിലോ ശക്തമായ കാറ്റുണ്ടെങ്കിലോ ആങ്കർ കടൽത്തട്ടിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ഈ അളവ് ഇനിയും കൂട്ടിയേക്കാം. എന്നാൽ കപ്പൽ ആഴക്കടലിലായിരിക്കുമ്പോൾ ഉദാഹരണത്തിന് പസഫിക് സമുദ്രത്തിന് നടുവിൽ വെച്ച് കപ്പലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആങ്കർ ഇടാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ മിക്ക സമയത്തും പറ്റില്ല എന്നതാണ് ഉത്തരം. വാണിജ്യ കപ്പലുകൾക്ക് സാധാരണയായി 80 മുതൽ 100 മീറ്റർ വരെ ആഴമുള്ള വെള്ളത്തിൽ മാത്രമേ നങ്കൂരമിടാൻ കഴിയൂ. കാരണം ആഴം കൂടുന്തോറും നങ്കൂരം കൃത്യമായി പ്രവർത്തിക്കാൻ കൂടുതൽ ചെയിൻ ആവശ്യമായി വരും. ഇത്രയധികം സ്റ്റീൽ ചെയിൻ കുത്തനെ തൂങ്ങിക്കിടക്കുമ്പോഴുള്ള ഭാരം വളരെ കൂടുതലായിരിക്കും. ഇത് ചെയിൻ നിയന്ത്രിക്കുന്ന ആങ്കർ വിൻലാസ് എന്ന യന്ത്രത്തിന് കേടുപാടുകൾ വരുത്തുകയോ കപ്പലിൻ്റെ ഘടനയ്ക്ക് തന്നെ അപകടമുണ്ടാക്കുകയോ ചെയ്തേക്കാം. അതിനാൽ തന്നെ വളരെ ആഴമുള്ള വെള്ളത്തിൽ കപ്പലുകൾ ആങ്കർ ചെയ്യാറില്ല. പകരം സഹായം ലഭിക്കുന്നതുവരെ അല്ലെങ്കിൽ സാഹചര്യം മെച്ചപ്പെടുന്നതുവരെ അവ കടലിൽ ഒഴുകി നടക്കുകയാണ് അഥവാ അഡ്രിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം റിസർച്ച് കപ്പലുകളോ ഡ്രില്ലിംഗ് കപ്പലുകളോ ഡൈനാമിക് പൊസിഷനിങ് എന്ന സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ കമ്പ്യൂട്ടറുകൾ കപ്പലിന് ചുറ്റുമുള്ള ത്രസ്റ്ററുകളെ നിയന്ത്രിക്കുകയും നങ്കൂരം ഉപയോഗിക്കാതെ തന്നെ കപ്പലിനെ ഒരേ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുന്നു. കപ്പലുകൾ ആഴം കുറഞ്ഞ ഭാഗത്ത് എത്തുമ്പോൾ ഓഫീസർമാർ നോട്ടിക്കൽ ചാർട്ടുകളും കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളും ഉപയോഗിച്ച് ആഴം പരിശോധിച്ച് എത്ര ചെയിൻ വേണമെന്ന് തീരുമാനിക്കുന്നു. പക്ഷേ മറ്റൊരു ചോദ്യം ബാക്കിയുണ്ട്. എത്രത്തോളം ചെയിൻ വെള്ളത്തിൽ ഇറക്കിയെന്ന് എങ്ങനെ അളക്കും? ഇതിനായി വളരെ പഴയ ഒരു മാരിടൈം അളവ് രീതിയുണ്ട്. ആങ്കർ ചെയിനിനെ ഷാക്കിൾസ് അല്ലെങ്കിൽ ഷോട്ട്സ് എന്ന് വിളിക്കുന്ന നിശ്ചിത ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ടാകും. ഓരോ ഷാക്കിളിനും 27.5 മീറ്റർ അല്ലെങ്കിൽ 90 അടി നീളമുണ്ടാകും. ഇവ കെൻഡർ ഷാക്കിൾ എന്ന ഭാഗം ഉപയോഗിച്ചാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. എളുപ്പത്തിൽ തിരിച്ചറിയാൻ ഈ ഭാഗങ്ങളിൽ വെള്ളയോ ചുവപ്പോ നിറം നൽകിയിട്ടുണ്ടാകും. കപ്പലിൻ്റെ മുൻഭാഗത്ത് നിൽക്കുന്ന ഒരു ഓഫീസർ ഈ അടയാളങ്ങൾ നോക്കി എത്ര ഷാക്കിൾ കടന്നുപോയി എന്ന് എണ്ണുകയും ആ വിവരം ബ്രിഡ്ജിലേക്ക് റേഡിയോ വഴി അറിയിക്കുകയും ചെയ്യുന്നു. 3 ഷാക്കിൾ വെള്ളത്തിലാണെന്ന് പറഞ്ഞാൽ ഏകദേശം 82.5 മീറ്റർ ചെയിൻ ഇറങ്ങി എന്നാണ് അർത്ഥം. കടൽത്തട്ടിൽ എത്ര ഭാരമുണ്ടെന്നും
കപ്പൽ സുരക്ഷിതമാണോ എന്നും മനസ്സിലാക്കാൻ ഇത് ക്യാപ്റ്റനെ സഹായിക്കുന്നു. ആങ്കർ കടലിൻ്റെ അടിത്തട്ടിലെത്തുമ്പോൾ തന്നെ അത് കപ്പലിനെ പിടിച്ചു നിർത്തുന്നില്ല. ആദ്യഘട്ടത്തിൽ ആങ്കർ വെറുതെ തറയിൽ കിടക്കുകയാണ് ചെയ്യുന്നത്. മിക്കവാറും അത് ഒരു വശത്തേക്ക് ചെരിഞ്ഞാകും കിടക്കുക. അത് ശരിക്കും പ്രവർത്തിക്കാൻ കപ്പൽ പതുക്കെ പിന്നിലേക്ക് നീങ്ങേണ്ടതുണ്ട്. ഈ നീക്കം ചെയിനിനെ ആങ്കറിനെ തിരശ്ചീനമായി അഥവാ ഹൊറിസോണ്ടലായി വലിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇത് സംഭവിക്കുമ്പോൾ ആങ്കറിൻ്റെ ആകൃതി കാരണം അത് ശരിയായ സ്ഥാനത്ത് എത്തുകയും അതിൻ്റെ ഫ്ലൂക്കുകൾ അഥവാ അറ്റത്തെ പരന്ന ഭാഗം താഴേക്ക് തിരിഞ്ഞ് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നു. മണലോ ചെളിയോ ഉള്ള അടിത്തട്ടിൽ പ്രഷർ കൂടുന്തോറും ആങ്കർ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങുന്നു. ചിലപ്പോൾ ഇത് പൂർണ്ണമായും മണ്ണിനടിയിലാകും. കപ്പൽ എത്രത്തോളം നീങ്ങാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ആങ്കർ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി വലിയ പ്രതിരോധം സൃഷ്ടിക്കുന്നു. ലക്ഷക്കണക്കിന് ടൺ ഭാരമുള്ള കപ്പലിനെ ഒരു ചെറിയ ആങ്കറിന് പിടിച്ചു നിർത്താൻ കഴിയുന്നത് ഇങ്ങനെയാണ്. എന്നാൽ കപ്പലിന് യാത്ര കണ്ടിന്യൂ ചെയ്യേണ്ടി വരുമ്പോൾ ഈ പ്രോസസ്സുകൾ തിരിച്ചും ചെയ്യേണ്ടി വരും. അതായത് നങ്കൂരം പൊക്കിയെടുക്കണം. ഇതിനായി കപ്പലിൻ്റെ മുൻഭാഗത്ത് ആങ്കർ വിൻലാസ് എന്ന് വിളിക്കുന്ന ഒരു പവർഫുള്ളായ യന്ത്രമുണ്ടെന്ന് മുൻപേ പറഞ്ഞല്ലോ. ഇത് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ കടൽത്തട്ടിൽ കിലോമീറ്ററുകളോളം നീളത്തിൽ കിടന്നിരുന്ന ആ ഭാരമേറിയ ചെയിൻ പതുക്കെ പതുക്കെ കപ്പലിനുള്ളിലേക്ക് വലിച്ചു കയറ്റാൻ തുടങ്ങുന്നു. ഈ സമയം കപ്പൽ പതിയെ നങ്കൂരം കിടക്കുന്ന ദിശയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. ചെയിൻ ഓരോന്നായി ഉയർന്നു വരുമ്പോഴും നങ്കൂരം അപ്പോഴും കടലിൻ്റെ അടിയിലെ മണ്ണിൽ ആഴ്ന്നു തന്നെ കിടക്കുന്നുണ്ടാകും. എന്നാൽ കപ്പൽ കൃത്യമായി നങ്കൂരം കിടക്കുന്ന സ്ഥലത്തിന് തൊട്ടു മുകളിലെത്തുമ്പോൾ നങ്കൂരം വലിക്കുന്നതിൻ്റെ ആംഗിൾ പൂർണ്ണമായി മാറും. അതായത് നേരത്തെ കപ്പൽ നങ്കൂരത്തെ വശങ്ങളിലേക്ക് അഥവാ ഹൊറിസോണ്ടലായി വലിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് നേരെ മുകളിലേക്ക് അഥവാ വെർട്ടിക്കലായിട്ടായിരിക്കും വലിക്കുന്നത്. ഈ കുത്തനെയുള്ള വലി കിട്ടുമ്പോൾ മണ്ണിൽ ഉറച്ചുപോയ ആങ്കറിൻ്റെ ആ കൂർത്ത ഭാഗങ്ങൾ അഥവാ ഫ്ലൂക്സ് പതുക്കെ ഇളകാൻ തുടങ്ങുന്നു. ആ നിമിഷം അത് മണ്ണിൽ നിന്ന് ഊരിവരും. മണ്ണിൽ നിന്ന് പൂർണ്ണമായും വിട്ടുകഴിഞ്ഞാൽ പിന്നെ വിൻലാസ് യന്ത്രം ഉപയോഗിച്ച് ആങ്കറിനെ വെള്ളത്തിന് മുകളിലേക്ക് വലിച്ചെടുക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന സ്വാഭാവികമായ ചോദ്യമായിരിക്കും, കപ്പലുകൾക്ക് ബ്രേക്ക് ഇല്ലേ എന്നുള്ളത്. സത്യത്തിൽ നമ്മുടെ വാഹനങ്ങളിലെ പോലെ ചവിട്ടിയാൽ ഉടനെ നിൽക്കുന്ന ഒരു ഫിസിക്കൽ ബ്രേക്ക് കപ്പലുകൾക്കില്ല. ഒരു കപ്പൽ നിർത്താൻ പ്രധാനമായും 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്നാമതായി എഞ്ചിൻ്റെ വേഗത പതുക്കെ കുറച്ച് കൊണ്ടുവരിക. കപ്പൽ പെട്ടെന്ന് നിർത്തേണ്ടി വന്നാൽ ഫുൾ അസ്റ്റേൺ എന്ന രീതി ഉപയോഗിക്കും. അതായത് എഞ്ചിൻ ഉപയോഗിച്ച് പ്രൊപ്പല്ലറിനെ അഥവാ ഫാനിനെ തിരിച്ചു കറക്കും. ഇത് വെള്ളത്തെ മുൻപോട്ട് തള്ളുന്നത് വഴി കപ്പലിൻ്റെ വേഗത കുറയ്ക്കാൻ സഹായിക്കും. ഇങ്ങനെ ചെയ്താൽ പോലും ഒരു വലിയ കപ്പൽ നിശ്ചലമാകാൻ ഏകദേശം 2 മുതൽ 3 കിലോമീറ്റർ വരെ ദൂരവും 15 മുതൽ 20 മിനിറ്റ് വരെ സമയവും എടുത്തേക്കാം. രണ്ടാമതായി വെള്ളത്തിൻ്റെ സ്വാഭാവികമായ തടസ്സമാണ് അഥവാ വാട്ടർ റെസിസ്റ്റൻസ് ആണ് കപ്പലിനെ നിർത്താൻ സഹായിക്കുന്നത്. എന്നാൽ ടൺ കണക്കിന് ഭാരമുള്ള കപ്പലുകൾക്ക് വലിയ വേഗതയുള്ളതിനാൽ തന്നെ എഞ്ചിൻ റിവേഴ്സ് ഇട്ടാലും കിലോമീറ്ററുകളോളം മുന്നോട്ട് നീങ്ങിയ ശേഷമേ അവ പൂർണ്ണമായും നിൽക്കൂ. അതായത് ഒരു വലിയ ഓയിൽ ടാങ്കറോ കാർഗോ കപ്പലോ ആണെങ്കിൽ ഏകദേശം 5 മുതൽ 10 കിലോമീറ്റർ മുൻപേ തന്നെ വേഗത കുറച്ച് തുടങ്ങേണ്ടി വരും. കപ്പലിൻ്റെ എഞ്ചിൻ പൂർണ്ണമായും ഓഫ് ചെയ്താലും അതിൻ്റെ ഭീമാകാരമായ ഭാരം കാരണം അത് കുറേ ദൂരം കൂടി മുന്നോട്ട് തെന്നി നീങ്ങും. മുൻപ് പറഞ്ഞതുപോലെ മിക്കവാറും എല്ലാ വലിയ കപ്പലുകളുടെയും മുൻഭാഗത്ത് 2 വശങ്ങളിലായി 2 ആങ്കറുകൾ കാണാം. സാധാരണയായി ഒരെണ്ണമാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ കടൽ വല്ലാതെ പ്രക്ഷുബ്ധമാവുകയോ ഒരൊറ്റ ആങ്കർ കൊണ്ട് കപ്പലിനെ നിർത്താൻ കഴിയാതെ വരികയോ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ആങ്കർ കൂടി ഉപയോഗിക്കും. ഇതിനെ റൈഡിംഗ് ടു 2 ആങ്കേഴ്സ് എന്ന് പറയുന്നു. ആങ്കർ ഇട്ട് കഴിഞ്ഞാൽ ആങ്കർ ഇട്ട സ്ഥലത്ത് കപ്പൽ നിൽക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ ആങ്കർ വാച്ച് ഏർപ്പെടുത്തും. റഡാർ ഉപയോഗിച്ച് കപ്പലിൻ്റെ പൊസിഷൻ ഓരോ നിമിഷവും നിരീക്ഷിക്കും. ശക്തമായ കാറ്റോ മറ്റോ കാരണം ആങ്കർ മണ്ണിൽ നിന്ന് തെന്നി മാറുന്നുണ്ടോ അഥവാ ആങ്കർ ഡ്രാഗിംഗ് സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കാനാണിത്. അങ്ങനെ സംഭവിച്ചാൽ ഉടൻ തന്നെ എഞ്ചിൻ പ്രവർത്തിപ്പിച്ച് കപ്പലിനെ സുരക്ഷിതമാക്കും. ഇതിനെല്ലാം ശേഷം കപ്പലിൻ്റെ അടിയിലെ ചെളിയും മണ്ണിലും പൂണ്ടുകിടക്കുന്ന ആങ്കർ പൊക്കിയെടുക്കുമ്പോൾ അത് വല്ലാതെ അഴുക്കായിരിക്കും. അതുകൊണ്ട് ആങ്കർ വലിച്ചു കയറ്റുമ്പോൾ തന്നെ ശക്തിയേറിയ വെള്ളം ഉപയോഗിച്ച് അത് കഴുകി വൃത്തിയാക്കും. കപ്പലിൻ്റെ ഉൾഭാഗം വൃത്തികേടാകാതിരിക്കാനും തുരുമ്പ് പിടിക്കാതിരിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഏതായാലും കപ്പലിലെ നങ്കൂരങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടിക്കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.